സൗദി ന്യൂമിസ്മാറ്റിക് സൊസൈറ്റി എന്ന് പറയും. അതായത് കോയിൻസ് കളക്ഷൻ ചെയ്യുന്ന ആളുകളുടെ കൂട്ടായ്മയാണ്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന നോൺ പ്രോഫിറ്റ് സംഘടനയാണിത്. ലാഭേച്ഛമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. മക്ക ബേസ് ചെയ്തിട്ടാണ് ഈ സംഘടനയുള്ളത്. എല്ലാ വർഷവും ജിദ്ദ ബേസ് ചെയ്ത് നടത്താറുള്ള ഇൻ്റർനാഷണൽ എക്സിബിഷൻ്റെ കൗണ്ടറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇന്ന് 1-ാം തീയതി തുടങ്ങിയതാണ്. ഇന്ന് അവസാന ദിവസമാണ്. 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെ 6 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. അത് ഏകദേശം ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാനായി. അതിൻ്റെ അവസാനത്തെ സെറിമണിയിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്നത് ലോകത്തുള്ള പല ഭാഗത്തു നിന്നുള്ള പൗരാണികമായിട്ടുള്ള കോയിൻസ്, കറൻസി, സ്റ്റാമ്പുകൾ, അതുപോലെ തന്നെ 1000 വർഷം പഴക്കമുള്ള ഖുർആന്, 500 വർഷം പഴക്കമുള്ള ഗോൾഡൻ ലിപികളാൽ എഴുതപ്പെട്ടിട്ടുള്ള ഖുർആന്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ പല രാജ്യത്തുള്ള എംബസി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ട് അറബിക് മേഖലയിലുള്ള അറബ്സാണ് ഇവിടെ ഇന്ന് കൂടുതലായിട്ട് സന്ദർശകരായിട്ടുണ്ടായിരുന്നത്. ഇതുവരെ ആയിട്ടുണ്ടായിരുന്നതിൽ ഒരുപാട് മലയാളീസും വന്നിട്ടുണ്ട്. മലയാളികൾക്കെല്ലാം കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റാമ്പ് വാങ്ങിക്കാനും, കോയിൻസ് വാങ്ങിക്കാനും, കറൻസി വാങ്ങിക്കാനും കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ബാൻ ചെയ്ത കറൻസി നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ കറൻസി നമുക്ക് കൊടുത്തിട്ട് നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് മുന്നാണ് നമ്മുടെ 2000 രൂപയുടെ കറൻസി ബാൻ ചെയ്തത്. ആ 2000 രൂപയുടെ കറൻസി നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 2000-നേക്കാൾ മൂല്യമുള്ള എമൗണ്ട് റിയാലാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ പല ആളുകൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാട് മലയാളീസും മറ്റുള്ള ഇന്ത്യക്കാരും മറ്റുള്ള രാജ്യക്കാരൊക്കെ വന്നിട്ട് അവരുടെ കയ്യിലുള്ള കോയിൻസ്, കറൻസിയൊക്കെ കൊടുത്തിട്ട് അതവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പിന്നെ ഒരു കറൻസി തന്നെ 40,000, 45,000 റിയാൽ വില വരുന്ന കറൻസി ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള കൗണ്ടറിൽ തന്നെ ഉണ്ട്. പിന്നെ അതുകൂടാതെ അവിടെ തന്നെ ഏത് കറൻസി എടുത്താലും 5 റിയാലിന് ലഭിക്കുന്ന രീതിയിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രചോദനമായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഏത് കറൻസി എടുത്താലും 5 റിയാൽ, അതുപോലെ തന്നെ 10 റിയാൽ, 20 റിയാൽ, അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇന്ത്യയിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഇറാഖിൻ്റെ കറൻസി ഉണ്ടായിരുന്നു. അത് 25,000 ആണ് അതിൻ്റെ റേറ്റ്. വെരി ഓൾഡ് ആണ്. അതായത് പണ്ട് കാലങ്ങളിൽ അറേബ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലുമുള്ള ആളുകൾക്ക്, ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പല രാജ്യങ്ങൾക്കും ഇന്ത്യ കറൻസി പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചില പ്രിന്റിങ് കോപ്പികളൊക്കെ ഇവിടെ വലിയ എമൗണ്ടിനാണ് ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ ഓപ്ഷൻസ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ലേലം വിളി. നമുക്ക് ആർക്കെങ്കിലും കോയിൻസോ കറൻസിയൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ ലേലം വഴി ഏകദേശം 2 ലക്ഷം, 2.5 ലക്ഷം റിയാലിൻ്റെ മേലേക്ക് വരെ 3-4 കറൻസികളുടെ സെറ്റ്, അതായത് UAE-യുടെ ആദ്യ കറൻസി ആയിട്ടുള്ള UAE-യുടെ കറൻസിയും ഖത്തറിൻ്റെ ആദ്യ കറൻസിയും തമ്മിൽ ഒരു 3 പീസ് വീതം 6 പീസ് മൊത്തത്തിൽ ഇന്നലെ ലേലത്തിലേക്ക് എത്തിയത്. 2 ലക്ഷത്തിനടുത്തുള്ള ലേലത്തിലേക്കാണ് എത്തിയത്. പക്ഷേ അതിൻ്റെ ഓണർ 2.5 ലക്ഷം വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അത് ഇന്നലെ വിൽപ്പന നടന്നിട്ടില്ല. ഏകദേശം 2 ലക്ഷത്തിൻ്റെ അടുത്ത് നമ്മുടെ മലയാളിയായിട്ടുള്ള ഖത്തറിൽ നിന്ന് വന്നുള്ള അബ്ദുസലാം തന്നെ ഏകദേശം 1,60,000-ൻ്റെ അടുത്ത് ലേലത്തിൽ വിളിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ അവസാന സെറിമണി സർട്ടിഫിക്കറ്റ് വിതരണത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഒന്ന് കളക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഉദ്ദേശം തന്നെ കാര്യം ഇപ്പോൾ നമ്മൾ ഒരുവിധം ഇത് പറഞ്ഞിട്ടാണെങ്കിൽ ഹ്യൂജ് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളതിലേക്ക് വഴുതി പോകില്ല. ഞാൻ സത്യത്തിൽ സിഗരറ്റ് വലിക്കുന്ന ആളല്ല, വെള്ളമടിക്കുന്ന ആളല്ല. ഇനി ഇത് ഉള്ളത് കൊണ്ടാണ് അതിലേക്ക് പോകാതിരുന്നതെന്നുള്ള എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷന് കംപ്ലീറ്റ് മൊബൈലിന് അഡിക്റ്റ് ആയിട്ട് നിൽക്കുന്നത്, അതുപോലെ തന്നെ മറ്റുള്ള ചെറിയ രീതിയിലൊക്കെയുള്ള മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങളൊക്കെ അഡിക്റ്റാവുക. അപ്പോൾ ഇത് സത്യത്തിൽ മയക്കുമരുന്നിന് തുല്യമായുള്ള സംഭവമാണ്. അതായത് നമ്മളിപ്പോൾ സ്പോർട്സ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, മറ്റുള്ള സ്പോർട്സ് പറയുന്ന പോലെ ഇത് തലക്ക് ഭ്രാന്ത് പിടിച്ച് കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താവും ഇതിന് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ മറ്റുള്ള അനാവശ്യ കാര്യങ്ങളിലേക്ക് പോകില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏറ്റവും വില കൂടിയ കറൻസി രാജ്യത്തുണ്ട് അല്ലെങ്കിൽ കളക്ട് ചെയ്തതിന് ഇപ്പോൾ കളക്ട് ചെയ്തതിലുള്ളതിൽ എൻ്റെ അടുത്ത് സൗദി അറേബ്യൻ്റെ ഏകദേശം ഒരു 20,000 റുപ്പീസ് റിയാൽ വില വരുന്ന കറൻസി ഉണ്ട്. ആദ്യകാല കറൻസികളിലുള്ളത് ഇവിടെ ഇന്ന് മാർക്കറ്റിൽ ഇവിടെ ഉണ്ടായിരുന്ന എക്സിബിഷനിൽ വെച്ചിട്ടുള്ളതിൽ പിന്നെ 45,000 സൗദി റിയാലിൻ്റെ കറൻസി ഉണ്ട്. നിങ്ങൾ ജീവിതത്തിൽ എത്ര എക്സിബിഷൻ പങ്കെടുത്തിട്ടുണ്ട്? ഒരുപാട് എക്സിബിഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ മറക്കാനാകാത്ത എക്സിബിഷൻ എനിക്ക് തോന്നുന്നത് ഡൽഹിയിലുള്ള എക്സിബിഷൻ, 2011 എക്സിബിഷൻ. അന്ന് പ്രദീപ പാട്ടീൽ പ്രസിഡന്റാണ് അന്ന് അത് ഉദ്ഘാടനം ചെയ്തിരുന്നത്. അന്നാണ് ഞാൻ എൻ്റെ ഈ മൈ സ്റ്റാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഏകദേശം 100-ൽ കൂടുതൽ രാജ്യങ്ങളുടെ കൗണ്ടറുകൾ അവിടെ ഉണ്ടായിരുന്നു.
അത് ആ 100-ൽ കൂടുതൽ രാജ്യങ്ങളുടെ കൗണ്ടറുകളും അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, പാസ്പോർട്ട് പോലുള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അത്രയും കൗണ്ടറിനകത്ത് ചെന്നിട്ട് നമ്മൾ അവരുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് അവരുടെ രാജ്യത്തിന് സീൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്രയും രാജ്യങ്ങളിൽ യാത്ര ചെയ്ത ഒരു ഫീല് നമുക്ക് കിട്ടും. ആ രാജ്യങ്ങളുടെ ചരിത്രം പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കളക്ട് ചെയ്യുന്ന ആളുകൾക്കായി ഞാനൊക്കെ ആദ്യകാലങ്ങളിൽ ഇത് കളക്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കളക്ഷൻസിൽ ഇപ്പം 50 രാജ്യങ്ങൾ അല്ലെങ്കിൽ 10 രാജ്യം 20 രാജ്യങ്ങളുള്ള സമയങ്ങളിൽ ഇതിനോടനുബന്ധിച്ച് ആ രാജ്യം ഏത് ഭാഗത്താണ്, ഉദാഹരണത്തിന് ഉഗാണ്ട എന്ന് പറഞ്ഞ് കിട്ടുമ്പോൾ ഉഗാണ്ട എവിടെയാണെന്നുള്ളത് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കും. അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ ചില രാജ്യങ്ങളിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇൻ്റർനെറ്റിൽ കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ മാപ്പ് സൈസ് നമുക്ക് കിട്ടില്ല. അത് പിന്നെ ആ രാജ്യത്തിൻ്റെ ഹിസ്റ്ററി കിട്ടും, ആ രാജ്യത്തിൻ്റെ കൾച്ചർ കിട്ടും, ആ രാജ്യത്തിൻ്റെ പോപ്പുലേഷന്, ആ രാജ്യം റിലീജിയസ് ബേസിൽ നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ സംസ്ഥാനവും കേന്ദ്ര സർക്കാരും വേണ്ട രീതിയിൽ പ്രോത്സാഹനത്തിന് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? അല്ല, സ്റ്റാമ്പിന്റെ അനന്തരഫലം എന്തായിരിക്കും? അല്ല, സ്റ്റാമ്പിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അത് ഇതുവരെ മാറി മാറി വന്ന എല്ലാ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ CBSE സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിൽ വേണ്ടത്ര ഒരു പ്രോത്സാഹനത്തിന് കൊടുക്കുന്നുണ്ട്. അല്ല, സ്കൂൾ ബേസിൽ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് പിന്നെ ഒന്നത് ചെയ്യേണ്ടത്. ഒന്നത് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സ്കൂളുകളിലേക്ക് എൻ്റർ ആയിട്ട് ഇതിൻ്റെ ഒരു പാക്കേജ് രീതിയിൽ അല്ലെങ്കിൽ പ്രൊജക്ട് രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. കാരണം നിലവിൽ സെൻട്രൽ ഗവൺമെൻറ് പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. കേന്ദ്ര വിദ്യാലയം, CBSE ഇത്തരം സ്ഥാപനങ്ങളിലൊന്നും നമ്മളൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് പറയാം, ഞങ്ങൾക്ക് വർക്ക് ചെയ്തുകൊണ്ട് അതിൽ ഇത്രയും കാര്യങ്ങളുടെ ഒരു പ്രചോദനമില്ല. ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും ഇതിനുള്ളൊരു പ്രോത്സാഹനം ഇല്ല. അത് പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉദ്ദേശം നിങ്ങൾക്ക് വെക്കാൻ പറ്റുക ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ സിലബസുകളിലൊന്നും പല കാര്യങ്ങൾ, പല ആളുകളുടെ, നമുക്ക് അറിയാത്ത പല ആളുകളുടെ കവിതകളും കഥകളും പിന്നെ പല കാര്യങ്ങളും നമുക്ക് യൂസ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നും നമ്മൾ പഠിക്കുന്ന ആ കാലഘട്ടത്തിലും ഇപ്പോഴും പിന്നെ സിലബസുകളിലുണ്ട്. അതിന് പകരമായിട്ട് ഒന്ന് ഈ കളക്ഷൻ ചെയ്യുന്ന ആൾ ഇത് എന്ന് മാത്രമല്ല, അതായത് അഡീഷണൽ ആക്ടിവിറ്റി കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ളത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്താം? അപ്പോൾ അത് ഇപ്പം ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനി എങ്ങനെ ഇത് ഉൾപ്പെടുത്താൻ പറ്റും എങ്ങനെയാണ് ഇതാണ്? അതായത് ഒന്ന് പിന്നെ പ്രത്യേകിച്ച് ഇത് പല രാജ്യങ്ങളിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആയിട്ട് സ്റ്റാമ്പ് എന്നല്ല, സ്റ്റാമ്പ് കോയിൻസ് കറൻസി പോലുള്ള ഒരുവിധം കാര്യങ്ങളൊന്നും നിലവിൽ ചെയ്യുന്നില്ല. ഈവൻ ചിത്രരചന പോലും നമ്മുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസിന് നോർമലി വരുന്നില്ല. വളരെ റയറായിട്ട് ചില സിലബസിൽ മാത്രമേ. സ്പോർട്സിനായിട്ടൊരു സംഭവമുണ്ട്. പക്ഷേ കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്, നേരത്തെ നിങ്ങൾ 2 പേര് പറഞ്ഞു, സ്റ്റാമ്പ് കളക്ട് ചെയ്യണം മറ്റുള്ളതൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ഇവരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇത് കളക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ഗ്രേസ് മാർക്ക് 10 മാർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. പിന്നെ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ എന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കാൻ? ഇപ്പോൾ ഇതിനു മുമ്പ് മൈ സ്റ്റാമ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഞാൻ എൻ്റെ സ്റ്റാമ്പ് പറഞ്ഞല്ലോ, ഈ മൈ സ്റ്റാമ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഈ ഇന്ത്യ ചെയ്തിട്ടില്ലായിരുന്നു. 2011 ആദ്യമായിട്ട് മൈ സ്റ്റാമ്പ് സിസ്റ്റം വരുന്നത്. അതായത് നമ്മുടെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാമ്പ് ചെയ്ത് തരുന്നത്. അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് ലാഭമാണ്. കാരണം ഏകദേശം 60 രൂപ വരുന്ന സ്റ്റാമ്പാണ് ഗവൺമെൻറ് 150 രൂപയ്ക്ക് 200 രൂപയ്ക്കും വെക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് 3 ഇരട്ടി 4 ഇരട്ടി ലാഭമാണ് അതിൽ വരുന്നത്. ഓസ്ട്രേലിയയിൽ മൈ സ്റ്റാമ്പ് കൊടുക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ ഫോട്ടോസ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് സ്റ്റാമ്പായിട്ട് പ്രിന്റ് ചെയ്ത് തരും. സിംഗപ്പൂരിൽ മൈ സ്റ്റാമ്പ് കൊടുക്കുന്നത് സെൻറ്റോസ ഐലൻഡ് ഉണ്ട്. സെൻറ്റോസ ഐലൻഡിനകത്ത് സ്നോ സിറ്റി എന്ന് പറയുന്ന ഒരു -ഡിഗ്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട്. ഒരു പാർക്ക് പോലുള്ള സംഭവം, ഐസിലാണ് അത് ഉള്ളത്. അവിടെ നമ്മൾ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടുന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് പോസ്റ്റ് ഓഫീസിന്റെ കൗണ്ടർ നമ്മുടെ ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്തിട്ട് അത് സ്റ്റാമ്പ് രൂപത്തിലേക്കാക്കി തരും, നമ്മൾ കാണിച്ചു തന്നിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് മൈ സ്റ്റാമ്പിന്റെ സിസ്റ്റം. ഇത് നമുക്ക് പിന്നെ നമ്മുടെ സിലബസിലേക്കാക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ? ഇപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ ദീൻ ദയാൽ സ്പർശ് യോജന എന്ന് പറഞ്ഞ് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. അത് എക്സാമിന് പാസ്സാവുന്ന കുട്ടികൾക്ക് 15,000 രൂപ കിട്ടുന്നുണ്ട്. അതുപോലെ വേറെയും പല പാക്കേജുകൾ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുണ്ട്. അത് എന്താണെന്ന് കണ്ടെത്തിയിട്ട് തേടി പിടിച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ വിഷൻ 2020 എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ. ആ സ്കൂൾ വിഷൻ 2020 എന്നുള്ള പ്രൊജക്ട് ഞാൻ ചെയ്തത് ഇന്ത്യൻ കോച്ച് കേരള കോച്ചസിനെ കൊണ്ടുവന്നിട്ട് ഫുട്ബോളിൽ പരിശീലനം, എല്ലാ ക്ലാസ് റൂമിനകത്തും ലൈബ്രറി, എല്ലാ ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിലും ഗാർഡന്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക,
പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ നിന്ന് മറ്റുള്ള ഹൈ റേഞ്ചിൽ നിൽക്കുന്ന പ്രൊഫഷണൽസിനെ കൊണ്ടുവന്നിട്ട് ചിത്രരചന പരിശീലനം, സിവിൽ സർവീസ് ട്രെയിനിങ്, പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളും എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ നമ്മൾ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ലാംഗ്വേജ് പഠിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അതൊരു പ്രചോദനമാവും. എന്തായാലും നമുക്ക് നല്ല താങ്ക്സ്, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു. നമുക്ക് നിർത്താം. 2, 5, 53 50 അല്ലേ ഇത്? 50 അല്ലേ? ഓക്കെ. ₹1. എനിക്ക് സെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഓ ആയിക്കോട്ടെ. ഇത് സൗദീസിൻ്റെ ആണല്ലോ. ഇന്ത്യൻ്റെ കഴിഞ്ഞു അത്രേ ഉള്ളൂ. ഇന്ത്യൻ്റെ അത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ പിന്നെ അവിടെ ഉള്ളു. ഞാൻ അത്യാവശ്യമുള്ള സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതല്ല ഇപ്പൊ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയല്ലേ, പലായനം ചെയ്ത പ്രധാനമന്ത്രിയുടെ ഫാദറാണ് ഗാന്ധിജിന്റെ ദോസ്ത് മുഹമ്മദ് അലി ജിന്ന. അറിയാം. നെഹ്റു ഉള്ള ടൈമിൽ ഇവര് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ, നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. മൂപ്പരോട് വന്നാൽ മതിയല്ലോ. മൂപ്പര് BBA-ആണ്. അത് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നമ്മുടെ അയൽ രാജ്യങ്ങളും അറബിക് കൺട്രീസ് ഒരുമിച്ചാക്കി വെച്ചത്. ഇതിന്റെ ഞാൻ എൻ്റെ കളക്ഷൻ്റെ 5% പോലും കൂടെ കൊണ്ടുവന്നിട്ടില്ല. നാട്ടിലാണോ ഉള്ളത്? റിയാദിലാണ്. അപ്പൊ നാട്ടിലൊരു പ്ലാന്റ് അങ്ങനെ ചെയ്തൂടെ? ഞാനിത് മൊത്തം ഇവിടെ എല്ലാ സ്കൂളുകളിലും എക്സിബിഷൻ ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഗവൺമെന്റിന്റെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എക്സിബിഷൻ കഴിഞ്ഞിട്ട് ഇതെല്ലാം നാട്ടിലേക്ക് കൊടുത്തു വിട്ടു. നാട്ടിലേക്ക് വിട്ടിട്ട് പിന്നെ അവിടുത്തെ എല്ലാ സ്കൂളുകളിലും എക്സിബിഷൻ, അതാണ് അടുത്ത ലക്ഷ്യം. ഞാൻ ഓൾറെഡി പോസ്റ്റ് ഓഫീസിനൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകാം. അല്ല അങ്ങനെയല്ല, അല്ല ഇന്ത്യന്റെ വാല്യൂ ഒക്കെ കുറവാണ്, അത് മൂല്യം കുറഞ്ഞ രാജ്യങ്ങളാണ്. അതായത് രാജ്യത്ത് സാമ്പത്തിക അസ്ഥിരത മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പിന്നെ കറൻസിന്റെ വാല്യൂ എന്താവും പറഞ്ഞിരിക്കാൻ ഇടിയും. ആ സമയങ്ങളിൽ ഇപ്പൊ ഇത് നോക്കാം, ഇത് 10 ബില്യൺ, 50 ബില്യൺ, 25 ബില്യൺ. പക്ഷെ ഇപ്പോഴത്തെ റേറ്റ് എത്ര ഉണ്ടാവില്ല? സിംബാബ്വെ, യെസ്, അണ്ടർ ഡെവലപ്ഡ് നേഷൻ. ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി 1-2 വേറെ ഇതും കൂടെ കാണും. നമ്പർ ഇത് ഒരുമിച്ച് വരണമെങ്കിൽ അത്ര പണിയാണല്ലോ. പിന്നെ ചില ആളുകൾ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പ്രകാശൻ എന്ന് പറയും, കോഴിക്കോടുള്ള സർക്കിൾ ഇൻസ്പെക്ടറാണ് കസ്റ്റംസിൽ, കാലിക്കറ്റ് എയർപോർട്ടിലൊക്കെ ഡ്യൂട്ടിയുള്ള ആള്. ഇതൊരു ഇത് തോന്നി തുടങ്ങിയത്, ഇതിനോടുള്ളൊരു ക്രൈസ് തോന്നി തുടങ്ങിയത് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. തോന്നാനുണ്ടായ പ്രചോദനം ഞങ്ങൾ എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ അനിയന് പിന്നെ അവിടെ ഒരു ചെറിയൊരു പലചരക്ക് കട പോലുള്ള ഒരു ചെറിയ കട ഉണ്ടായിരുന്നു. അപ്പോൾ കടയിൽ പുള്ളി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, അതുപോലെ തന്നെ പ്രയറിന് പോകുന്ന സമയത്ത്, ഞാൻ LP-യിൽ പഠിക്കുന്ന സമയമാണ്, 3-ൽ പഠിക്കുന്ന സമയത്ത്, അപ്പോൾ ഞാനാണ് അവിടെ ഹെൽപ്പിന് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ ഇവിടുന്ന് വിദേശത്ത് UAE, ബഹ്റൈൻ, ഖത്തർ, സൗദി ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അവിടേക്ക് ആളുകൾ വരുമ്പോൾ കത്ത് കൊണ്ടുവരും. അപ്പോൾ ഒരുമിച്ച് 50-100 കത്ത് അവിടെ കൊണ്ട് തന്നിട്ടാണ് പറയാ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പറയും. എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഏരിയക്ക് പറയും ദുബായ് കോളനിയിലാണ്. ഓരോ വീട്ടിൽ നിന്നും ഞങ്ങളുടെ നാട്ടിൽ ഓരോ ആളുകളും സൗദിയിലും UAE-യിലും ബഹ്റൈനിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ 50-100 കത്തുണ്ടായിരിക്കും. അത് അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് ഞാനാണ് ഇത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി അടുത്തടുത്ത വീടുകളിലേക്കൊക്കെ പോകാം. അവിടെ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ സിംഗപ്പൂരിൽ നിന്ന് കത്തുണ്ടായിരിക്കും, വേറെ രാജ്യങ്ങളിൽ നിന്ന് കത്തുണ്ടായിരിക്കും. അത് ഞാൻ അവരുടെയൊക്കെ സ്റ്റാമ്പ് എടുക്കേണ്ടത് ചോദിക്കും. എന്നിട്ട് അവിടുന്ന് അവരെ മുന്നിൽ തന്നെ നനച്ചിട്ട് ആ സ്റ്റാമ്പ് എടുക്കും. അങ്ങനെ എടുത്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാമ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കോയിൻസ് കറൻസി ഒക്കെ പിന്നീട് അതിന് ശേഷം വന്നിട്ടുള്ളതാണ്. സ്റ്റാമ്പിൽ തന്നെ ഫസ്റ്റ് എനിക്ക് ആൽബം കിട്ടുന്നത് 4-ാം ക്ലാസ് പഠിക്കുമ്പോൾ, 4th പഠിക്കുന്ന സമയത്ത്. സ്റ്റാമ്പ് കളക്ഷൻ സ്കൂളിൽ ഒരു പീരീഡ് ഒക്കെ തന്നെ പീരീഡ് അല്ല, അതെ പ്രചോദനം ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്നൊക്കെ ആയിട്ട്. ഇപ്പോഴും ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞാൽ സ്കൂളുകൾ പ്രദർശനം ചെയ്യാറുണ്ട്. സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, SPC ഇവർക്കൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകാറുണ്ട്. പോസ്റ്റ് ഓഫീസിൻ്റെ നേതൃത്വത്തിലും ക്ലാസ് എടുക്കാൻ വേണ്ടി പോകാറുണ്ട്. പോസ്റ്റ് ഓഫീസിൽ ദീൻ ദയാൽ സ്പർശ് യോജന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ഉണ്ട്.
ആ സ്കോളർഷിപ്പ് വഴി പിന്നെ 10,000-15,000 രൂപ ഈ എക്സാം പാസ്സാവുന്ന കുട്ടിക്ക് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രചോദനത്തിന് വേണ്ടിയിട്ട് അവരൊരു എക്സാം നടത്തും പോസ്റ്റ് ഓഫീസ്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നടത്തുന്നത്. വേറെ ഈ പുതിയ കുറച്ചൊക്കെ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. അതിപ്പോൾ ഒന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിന് മറുപടി നിങ്ങൾ ഷൂട്ട് ചെയ്തോളൂ. എന്നെ ഷൂട്ട് ചെയ്യണ്ട, അവർ ഷൂട്ട് ചെയ്താൽ. അപ്പോൾ നിങ്ങളിങ്ങനെ കളക്ട് ചെയ്യുന്നത് കൊണ്ട് പുതിയ തലമുറയ്ക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് റിസർവ് ബാങ്കിൽ അടച്ചു കഴിഞ്ഞാൽ DD എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ 6 മന്ത് കൊണ്ട് നമ്മുടെ അഡ്രസ്സിലേക്ക് ഇത് അയച്ചു തരും. അങ്ങനെ വരുന്ന ഇതാണ്. ഇങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് ഈ രീതിയിലാണ് ഇത് വരിക. എൻ്റെ അഡ്രസ്സിലേക്ക് വന്നതിൻ്റെതാണ്. അത് 50ൻ്റെ കൂടാതെ വേറെയും കുറച്ചും കൂടെ ഞാൻ കാണിച്ചു തരാം. എല്ലാം 2011 ഡൽഹിയിലെ എക്സിബിഷൻ്റെ സമയത്ത് 2011 എക്സിബിഷനിൽ അവിടെ കൗണ്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയാ ആ കൗണ്ടറിൽ നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോ കൊടുത്താൽ പ്രിന്റ് ചെയ്യും. പക്ഷേ ഇന്ന് ഇന്ത്യയിലെ എല്ലാ ഹെഡ് പോസ്റ്റ് ഓഫീസിലും ഇത് നമുക്ക് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഇന്ത്യയിലുള്ള ഏത് ഹെഡ് പോസ്റ്റ് ഓഫീസിലും നമ്മൾ ഫോട്ടോ കൊണ്ടു കൊടുത്താൽ ഇതിന് മെമ്പർ ആണെന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ കൊണ്ടു കൊടുത്താൽ അവരിത് പ്രിന്റ് ചെയ്ത് തരും. ഏതാണ് അവൈലബിൾ ഉള്ളത്? ഇപ്പോൾ എല്ലാം അവൈലബിൾ ഉണ്ട്. ഇത് 16 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ അവൈലബിൾ നോർമലി 4 ടൈപ്പ് അവൈലബിൾ ഉള്ളൂ. അതായത് ഈ സ്റ്റാമ്പ് അവൈലബിൾ ഉള്ളത് മാത്രം അവർ അതിൻ്റെ കൂടെ നമ്മുടെ ഫോട്ടോയും കൂടെ വെച്ച് പ്രിന്റ് ചെയ്ത് തരും. ഇത് നമുക്ക് ഒഫീഷ്യലി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കല്യാണം ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻവിറ്റേഷനായിട്ട് യൂസ് ചെയ്യുന്ന സമയത്തും എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് ഇത് ഇന്ത്യയിൽ നിന്ന് അയക്കാൻ പറ്റും. വാല്യൂഡ് ആണ്. ഓക്കെ, ഇത് ചെയ്യാൻ എത്ര പൈസ വേണ്ടി വരും? ഇത് ഇപ്പോൾ 150 to 200 റുപ്പീസാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്, ഒരു ഷീറ്റിന് വരുന്നത്. ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫിലാറ്റലിക് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഫിലാറ്റലിക് കളക്ഷൻ പറയുന്ന പേരാണ് ന്യൂമിസ്മാറ്റിക്. ഇതൊക്കെ എടുത്തിനല്ലേ അല്ലേ? ഇത് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വെച്ചത് അല്ലെ, ഓരോന്ന് കഴിയുമ്പോൾ ഇങ്ങനെ എടുത്ത് മാറ്റും. ഇതിന്റെ മേലെ കാണുന്നത് ഡയാന സ്പെഷ്യൽ ആണത്. ഡയാന സ്പെഷ്യൽ, ഡയാനല്ലേ ഇത്? അതെ അതെ, ഡയാനയുടെ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഈ മേലെ കാണുന്നത്. ഇതൊക്കെ എടുത്തിനല്ലേ അല്ലേ? അതൊക്കെ എടുത്തിട്ടുണ്ടോ അവര്? ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് അവരെടുത്തിട്ട് ഇന്ത്യയുടെ കോയിൻസുകൾ മാത്രമാണ് ഓൾഡ് മുതൽ എല്ലാം എടുത്തെടുക്കുക. ഇപ്പോൾ മലബാറടുത്തുള്ള പരിപാടി ഉണ്ടല്ലോ. വെള്ളിയാഴ്ച നിങ്ങളില്ലേ മലബാർ? ഇത് 50 റിയാൽ ഗാന്ധി കോയിൻ, ഇന്ത്യ സ്പെഷ്യൽ കോയിൻസ് ഇതാ. ഇതൊക്കെ ആവറേജ് വില വരുന്നത് 12,000 to 13,000 റുപ്പീസ് ഇതാ വരുന്നത് കോസ്റ്റ്. വാങ്ങുന്ന വില അവിടെതാണ്. ഇത് 100 റുപ്പീസ് കോയിൻ എല്ലാം ഇന്ത്യതാ. ഇത് നെക്സ്റ്റ് വരുന്നത് എല്ലാം ഇന്ത്യ. ഇത് 17,000 to 20,000 റുപ്പീസ് ഇത് കോസ്റ്റ് വരുന്നത്. അതിൻ്റെ ഒരു സിംഗിൾ പീസിന് എടുത്തെങ്കിൽ ഇന്നലെ വരുന്നു പറഞ്ഞോട് എത്തിയില്ല. ഇന്നലെ എത്താന്ന് പറഞ്ഞിരുന്നു. അമ്മ ഒന്നുമില്ലടാ, അത് എവിടേക്ക് പോയതാ? ഇത് 150 റുപ്പീസിൻ്റെ ആണ്. ഇത് ഏകദേശം 22,000 ഇത് കോസ്റ്റാണ്. ഇത് വാങ്ങുന്ന വില തന്നെ 22,000 വരും. 150. ഇത് ഇതുപോലെ റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്തിട്ട് നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നത് ഈ കോയിൻസുകളാണ്. ഇതിന്റെ പേയ്മെന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തരും. ഇത് 100 വേറെ 100 ഓൾമോസ്റ്റ് ഇന്ത്യ വെറൈറ്റി 20 ഐറ്റംസ് ഇருக்கு വെറൈറ്റി ഡിഫറെന്റ് പേരിൽ. തമിഴ്നാട്ടിലായിരിക്കും அந்த டெம்பிள். அந்த டெம்பிளுக்கு 1000 இயர்ஸ் இருக்கு. அதுக்கு தஞ்சாவூர் இல்ல, தஞ்சாவூர் இல்ல, ബൃഹദീശ്വരർ ടെമ്പിൾ ആണ് തഞ്ചാവൂർ. അത് മറ്റേ കാശി പോകാനൊക്കെ ഉണ്ട്. നല്ല പൈസ. அந்த முகல் ஏதோ இருக்கா? இதெல்லாம் ஓல்டு தான். இந்த டைம்ல தான் இது இருக்கு. ஒரணா வேற இருக்கு. வெரி ஓல்டு தான். இதெல்லாம் இந்தியா டிஃபரண்ட் 2 rupees, டிஃபரண்ட் 10 பைசா, டிஃபரண்ட் 25. எல்லா இந்தியன் பைசாவும் இருக்கு. டிஃபரண்ட் 25, டிஃபரண்ட் 25, டிஃபரண்ட் 50, 50, டிஃபரண்ட் 50, டிஃபரண்ட் 1 rupees,
ഡിഫറെൻറ്റ് 1 റുപ്പീസ്, ഡിഫറെൻറ്റ് 1 റുപ്പീസ്, 2 இப்போ റുപ്പീസ്. ஒரு மினிட் இதெல்லாம் என்ன மதிப்பு இருக்கும் இது காயின்ஸுக்கு இந்த 1 ரூபாய்க்கு അല്ലല്ല, ഇത് അപ്പടി ജാസ്തി ഡിഫറെൻറ്റ്. ഇത് ഡയാന സ്പെഷ്യൽ ഇതാ. ഡയാന ആ പ്രവീണേ അങ്ങനെ വന്നിരിക്കില്ല നിങ്ങള്. ഹായ് സ്വാഗത. ഇതാണ് നമ്മളെ സാവൻ. എന്തൊക്കെയുണ്ട്? ചെറിയ അതെ അതെ അതെ, ഇതൊക്കെ ഇന്നലെ നിങ്ങൾ ലാസ്റ്റ് മൂമെന്റിലാണ് വന്നത്. ഇപ്പോൾ വെച്ചിട്ട് ഡയാന സ്പെഷ്യലാണ്. വർഷ ഇത് ഡയാനന്റെ സ്പെഷ്യൽ കളക്ഷൻസ് ആണ്. പല രാജ്യങ്ങളിൽ ഇറക്കിയിട്ടുള്ള ഡയാനന്റെ കളക്ഷൻസ് ആണ്.